ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹിൽ ക്ലൈംബ് റൈസിംഗ് എന്ന് പറഞ്ഞൊരു കിടുക്കാച്ചി ഗെയിം കളിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സെറ്റ് സംഭവമാണ് ഗൈസ്, നിങ്ങൾ കാണാത്തോണ്ടാണ്. നല്ല ഫണ്ണാണ്, നല്ലൊരു സെറ്റ് ഗെയിമാണ്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം ഗൈസ്. ഇവിടെ നമുക്ക് കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ട്, സെറ്റാണ്. ഞാൻ ഇൻട്രോ മാറ്റി പിടിച്ച് ഗൈസ്. എന്താണെന്ന് ചോദിച്ചാൽ പണിയാണ്. ആ ഇൻട്രോ ഒട്ടും കൊള്ളത്തില്ല ഗൈസ്. ആ ഇൻട്രോ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വേസ്റ്റ് ഇൻട്രോ ആയിരുന്നു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഇൻട്രോ പറഞ്ഞുകൊണ്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമുക്ക് നേരെ അക്സെപ്റ്റ് അങ്ങ് കൊടുക്കാം ഗൈസ്. നമുക്ക് കളിക്കാൻ പറ്റും. അത് അഗ്രി കൊടുത്തിട്ടുണ്ട്. മോഡ് സെറ്റ് ഗൈസ്. ആരും ഈ ഗെയിം കളിക്കാത്തതായിട്ട് കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കളിക്കത്തില്ലായിരിക്കും. പക്ഷേ ഗൈസ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു ഗൈസ്. ഗെയിമാണ്. നമുക്ക് നേരെ അങ്ങോട്ട് കളിച്ചാലാ സ്കോ ഗൈസ്. ഇത് ഹിൽ ക്ലൈംബർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. തന്നെ ഓണൊക്കെ കണ്ട ഗൈസ്. ഇതിൽ ഗ്യാസ് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. പിന്നെ നമ്മളെ തല ബാക്കിൽ കയറി ഇടിക്കരുത്, അത്രേ ഉള്ളൂ പരിപാടി. തല എവിടെയും കയറി ഇടിക്കരുത് ഗൈസ്. അത്ര സ്പീഡിൽ പോയാൽ തല ഈ വണ്ടി നേരെ കുനിഞ്ഞിട്ട് തല കയറിയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വെക്കി. ഓ ഗൈസ്, കണ്ട ഇങ്ങനെ പോവും. എന്നിട്ട് ബാക്കിലോട്ട് തല കയറി ഇങ്ങ് ഇടിക്കും ഗൈസ്. അപ്പം നമ്മളങ്ങ് ഔട്ടാവും. അതാണ് കളി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പതിയെ സൂക്ഷിച്ചും കണ്ടും വേണം പോകാൻ. പിന്നെ നമുക്ക് ഗ്യാസുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പം അതും എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഒരു പണിയായിരിക്കും. ഓക്കെ നെക്സ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ബ്രോ, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ പ്രാവശ്യം പതിയെ വേണം പോകാം. പക്ഷേ ഗ്യാസും തീരും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇറക്കവും കയറ്റവും അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ വെച്ച് സ്പീഡ് കുറച്ചാൽ മതി. അല്ലാത്ത സ്ഥലത്തൊക്കെ പറപ്പിച്ച് വിടാൻ പറ്റും. കണ്ട ഞാൻ സ്പീഡ് കൂട്ടി. അതുകൊണ്ടാണ് ഇപ്പം വന്ന് വീണത്. ഇത് രണ്ടും എൻ്റെ ഒരു സാമ്പിളായിരുന്നു. ഇനിയാണ് എൻ്റെ വണ്ടി ഓടിക്കാൻ പോണത് ഞാൻ. 3, 2, 1 ഗൈസ്, നമുക്ക് നേരെ ഓടിക്കാം. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുള്ള് പവറിലാണ് ഓടിക്കുന്നത്. ലെറ്റ്സ് ഗോ. പതിയെ ഓടിച്ച് കയറ്റി പറപ്പിച്ച് വിടാം ഗൈസ്. ഇവിടെ ബ്രേക്കും ഉണ്ട് കേട്ടോ. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല. പതിയെ ബ്രേക്ക് പിടിച്ച് പോയാൽ മതി. അതാകുമ്പോൾ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല എന്ന് ഞാൻ പറയുന്നു. ഗൈസ്, നമ്മൾ ഫ്ലിപ്പ് അടിച്ച് അപ്പം നമ്മൾ ചത്തുപോയി ഗൈസ്. നല്ല കിടില ഫ്ലിപ്പായിരുന്നു ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നേരെ അയ്യോ കണ്ട ഗൈസ്. ബ്രേക്ക് പിടിച്ചാലുള്ള ഉപയോഗം ഇതാണ്. ബ്രേക്ക് പിടിച്ചാൽ നേരെ കറക്റ്റായി നിൽക്കും. അതുകൊണ്ടാണ് ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പതിയെ വേണം ഓടിക്കാൻ. ഇത് ഒന്നാമത്തെ ലെവലിൽ തന്നെ പിന്നെ നമ്മൾ കിടന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒന്നും ഇത് വേണ്ട, ആക്സിലേറ്ററിൽ ചവിട്ടണ്ട, തന്നെ പൊക്കോളും. എന്ന് വെച്ചാൽ ഫുള്ള് സിമ്പിളായിട്ടാണ്. ഞാൻ ഫസ്റ്റ് തന്നെ കുറേ അങ്ങ് ആക്സിലേറ്റർ കൊടുത്തു ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് പോകും ഈ വണ്ടി. ഓക്കെ. ഈ വണ്ടി അത്രയും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബൈക്കൊക്കെ എടുക്കാൻ പറ്റും. അത് നമുക്ക് പൈസ കൂടിയാലേ എടുക്കാൻ പറ്റൂ. ഈ പൈസ കൂടിയാലേ എടുക്കാൻ പറ്റൂ. ഓക്കെ, നമ്മൾ ന്യൂ റെക്കോർഡൊക്കെ കടന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നേരത്തെ കടന്നു ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, ലെവൽ 2ൽ ബോണസൊക്കെ കിട്ടി, നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് പോകാണ്ട് ഒറ്റയടിക്ക് തന്നെ അങ്ങ് തീർത്താതിയായിരുന്നു. ജയിക്കണേ. പതിയെ പോ. അയ്യോ ഗൈസ്, ഇതിച്ച് ടാസ്ക്കാണ് ഗൈസ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. ആക്സിലേറ്റർ കൊടുത്താൽ പണിയാണ്. ആക്സിലേറ്റർ കൊടുക്കരുത്. ആക്സിലേറ്റർ കൊടുത്താണ് ഗൈസ്, അല്ലാതെ പോവാൻ പറ്റത്തില്ല. ഓ ഗൈസ്, നമ്മൾ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5:16 റെക്കോർഡ് ഗൈസ്. അതാണ് എന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് പറപ്പിച്ച് വിടാം. ഈ പ്രാവശ്യം എത്ര പറപ്പിച്ച് വിട്ടാലും പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഉള്ള സ്ഥലത്തൊന്നും ഒരു പ്രശ്നമല്ല ഗൈസ്. പിന്നെ ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. പാലം കടന്നു കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇറക്കവും കയറ്റമൊക്കെ വരുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം ഗൈസ്. ഞാൻ ഇപ്പോൾ സ്പീഡ് കുറച്ചൊക്കെയാണ് ഓടിക്കുന്നത്. എനിക്കൊന്നും ഞാൻ സ്പീഡ് കൂട്ടിയാണ് ഓടിക്കുന്നതെന്ന് ഗൈസ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഒരു
മീഡിയം സ്പീഡെന്ന് പറഞ്ഞാൽ ഇതാണ്. മീഡിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈസി സ്പീഡ് ഗൈസ്. ഇങ്ങനെയാണ് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഓടിക്കുന്നത്. കാരണം നിക്ക് ഫ്ലിപ്പ് അടിച്ചിട്ട് നമ്മൾ നേരെ തിരിഞ്ഞു വന്ന് നമ്മളെ തലയെ ഒടിഞ്ഞു പോയി. അത് വേണ്ട, നമ്മൾ നേരെ ഒരു ഫ്ലിപ്പ് അടിച്ചിട്ട് തലയൊടിഞ്ഞ് ഇവിടെ അവിടെ തന്നെ കിടക്കുന്നു. പൊട്ടനായിരുന്നു ഞാൻ പാട്ട് പാടാൻ ഗൈസ്. പിന്നെ നമുക്ക് ഗൈസ് ഇപ്പം നമുക്ക് വണ്ടി ചേഞ്ച് ചെയ്യാനുള്ള പൈസ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. തെറ്റിപ്പോരുത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഹൈ സ്പീഡിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഹൈ സ്പീഡ് ഇപ്പം ഹൈ സ്പീഡാണ്. ഫുള്ള് ഹൈ സ്പീഡാണ്. ഞാൻ ഇറക്കവും കയറ്റവും ഞാൻ നോക്കുന്നില്ല. ഫുള്ള് ഹൈ സ്പീഡ് ബ്രേക്ക് പിടിച്ച് ചത്ത്. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് ചിലപ്പം ഇത് ജയിക്കാൻ പറ്റും. വെഹിക്കിൾ ഗൈസ്. ഇത് 75 ഈ സാധനം കിട്ടത്തോ? 75 ഗൈസ്. 75 ഇത് വേണം. കയ്യിലിപ്പോൾ 75 ഇല്ല. 25 കിട്ടിയാൽ നമുക്ക് കിട്ടാം. ഇനിയും കോയിൻസ് ഗെറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും കുറേ ഓട്ടിക്കണം ഗൈസ്. എന്നാലേ കുറേ കോയിൻ കിട്ടി നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റും. ബൈക്ക് എടുത്താൽ ഇച്ചിരി കൂടെ കിട്ടില്ല സ്പീഡായിരിക്കും. അപ്പോൾ പിന്നെ പറന്ന് നമുക്ക് ചെല്ലാം. പക്ഷേ ബ്രാക്ക് ഓടിക്കണം ഗൈസ്. ബ്രാക്ക് ഓടിക്കാതെ ബൈക്ക് ഫുള്ള് പണിയായിരിക്കും. ഗോ ബോയ്. ഓ ഗൈസ്. ഹൈ സ്പീഡ് ലോ റേഞ്ച്. ഹൈ സ്പീഡും ലോയും കൂടെ മിക്സ് ചെയ്തോടെ സംഭവമാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ കയറിയൊക്കെയാണ് തട്ടി കയറുന്നില്ല ഗൈസ്. മോനെ സെറ്റ്. ബ്രോ. ഗൈസ് 3 മീറ്റർ ഓടിക്കാനുള്ള ഗ്യാസ് വരെ നമുക്കുണ്ടായിരുന്നു ഗൈസ്. 3 മീറ്റർ ഓടിക്കാനുള്ള ഗ്യാസ് വരെ. എന്നിട്ടും നമ്മൾ ഓടിച്ചില്ല. ഇതിൽ നമ്മൾ ജയിച്ചിരിക്കും ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ടയറിൻ്റെ ഒരു ഇതങ്ങ് കൂട്ടും. അപ്പോൾ നമുക്ക് പൂന്ന് പറഞ്ഞ് പോകാൻ പറ്റും. നമ്മളിപ്പോഴും പൂന്ന് പറഞ്ഞൊക്കെയാണ് പോണത്. പക്ഷേ ഇതൊരുമാതിരി മറ്റേ കൊള്ളാത്ത വണ്ടികളൊക്കെ പോണ കണക്കാണ് പോണത്. എന്ന് പറഞ്ഞാൽ ദൂരയിൽ നമ്മൾ ഇങ്ങനത്തൊക്കെ സ്ഥലം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറന്നൊക്കെ പോകും. അപ്പോൾ നമ്മൾ ബ്രാക്ക് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വായിക്കും. ലെറ്റ്സ് ഗോ. നമ്മൾ ഇതുവരെയും ഒരു പിടി എടുത്തിട്ടില്ല. നമ്മൾ പിടി എടുത്തിട്ടില്ല ഗൈസ്. ബാക്കിലോട്ടൊക്കെ പോകുന്നേക്കൊണ്ട് പിടി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് പോകാത്തത്. ബ്രോ ടയർ ഇപ്പം പൊട്ടു തോന്നി ഗൈസ്. ടയർ ഇളകി മറിഞ്ഞൊക്കെ പോകണം ഗൈസ്. സെറ്റ് പോലെ അടുത്ത ഗ്യാസോലിനും എടുത്ത് പറന്നു വിടുകയാണ്. നേരത്തെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചു കൂടെ പോകാൻ പറ്റും ഗൈസ്. എവിടെ നമ്മൾ ഇച്ചി ബാക്ക് എടുത്തിട്ടുണ്ട്. ബ്രാക്ക് പിടിച്ചിട്ട് പറത്തി വിടാം ഗൈസ്. പറത്തി വിട്ടിട്ടുണ്ട്. യെസ് ഗൈസ് പൊളിച്ച്. ഈ കളി പൊളിച്ച് ഗൈസ്. മോനെ പൊങ്ങി. ലെറ്റ്സ് എസ്കേപ്പ് ഗൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ പോയിന്റ് എത്തി ഗൈസ്. ഇനി മരിക്കരുത്. ഇനി മരിച്ചാൽ നമുക്ക് നാണക്കേടാണ്. നേരത്തെ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മരിച്ചാൽ നാണക്കേടാണ്. ഫുള്ള് നാണക്കേടാണ്. ആ റെക്കോർഡ് കാണണം ഗൈസ്. നമ്മൾ മറ്റേ റെക്കോർഡ് നമ്മൾ കടന്ന് ലെറ്റ്സ് ഗോ ബോയ്സ്. ഗൈസ്. ആ റെക്കോർഡ് നമ്മൾ കടന്നു. പക്ഷെ നമുക്ക് വണ്ടി കിട്ടി ഗൈസ്. അതേ ആ റെക്കോർഡ് അവിടെ തന്നെ കടന്നപ്പോഴത്തേക്കും പോയി ഗൈസ്. കിട്ടിയിരുന്നത് ഗൈസ്. ഈ പ്രാവശ്യത്തത് നമുക്ക് പൈസ കൊടുത്ത് വണ്ടിയുടെ സാധനം അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പണിയാവും ഗൈസ്. വണ്ടിയുടെ ഈ ടയർ അങ്ങോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയറാണ് ഏറ്റവും ആവശ്യം ഗൈസ് ഇതിൻ്റെ അകത്ത്. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ബ്രാക്ക് പോലും പിടിക്കുന്നില്ല ഗൈസ്. ഇതിലൊറ്റ ഒരു ആവശ്യം പോലും ഇല്ല. ടയർ കൂടെ അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. ചെറുതായിട്ടേ ഞാൻ ബ്രാക്ക് പിടിക്കുന്നുള്ളൂ ഗൈസ്. ഇപ്പം ഞാൻ ബ്രാക്ക് പിടിച്ചു തുടങ്ങി. എന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു കയറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയും കയറ്റമുണ്ട് ഗൈസ്. ഇവിടെ നല്ല കയറ്റം ഉണ്ടായിരുന്നു. ഇനി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും ഗൈസ്. അതാണ് പണി. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഒരു സ്ഥലത്ത് മറിയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇതിൻ്റെ മുമ്പിച്ചൊന്ന് ആവുകയാണെങ്കിൽ അപ്പോൾ ചുമ്മാ മറിഞ്ഞുകൊണ്ടിരിക്കും.
ചുമ്മാ മറിയുന്നതാണ് കായിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പം നമുക്ക് പേടി വരും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ ഹിൽ ക്ലൈംബ് റേസിംഗ് ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. സെറ്റ് ഗെയിമാണ് ഇത്. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ചുമ്മാ ഇരിക്കുമ്പോൾ ഈ വണ്ടി ഓടിക്കാൻ ഉള്ള ഭ്രാന്തന്മാർക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും ഗൈസ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. എത്തിയിട്ടുണ്ട്. ചാടിയൊക്കെയാണ് കയറിയത്. ചാടി കയറിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിൽ കയറാം. നമ്മൾ മറ്റേ പോയിന്റിലൊക്കെ ഒരടുത്തെന്ന് പറയാനൊക്കെ പറ്റും. അവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഈ ഒറ്റൊരു ചാപ്റ്റർ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിത് കളിക്കുമ്പോൾ ഉറപ്പായിട്ടും പണിയാവും കേട്ടോ. ഇങ്ങനെയൊക്കെ എപ്പോഴും പണി വരും കാരണം ഗൈസ്. ഇതിപ്പോൾ ബാക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രാക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം പിന്നെ ബാക്കിലോട്ട് പോയേനെ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെ ഓയിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് തന്നെ നമ്മളെ ഓയിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓയിൽ നോക്കുക ഗൈസ്. ഓയിൽ തീർന്നാലും പണിയാണ് ഗൈസ്. വണ്ടി വിടരുത്. ഓയിൽ തീർന്നു ഗൈസ്. ഫ്യൂവലാണ് തീർന്നത് ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫ്യൂവലിൻ്റെ പണിയാണ് തീർന്നത്. ഈ പ്രാവശ്യം ഫ്യൂവലിൻ്റെ പണിയാണ് തീർന്നത് ഗൈസ്. നമ്മൾ നേരത്തെ ജയിക്കേണ്ടായിരുന്നു ഗൈസ്. ഈ ഫ്യൂവലിൻ്റെ പണി തീർന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കേണ്ടായിരുന്നു. കണ്ടോ നമ്മളെ പോയിന്റ് നമ്മൾ എത്ര വരെ എത്തിയെന്ന് പറഞ്ഞാൽ 100 റെക്കോർഡൊക്കെ കഴിഞ്ഞു പോയി ഗൈസ്. നമ്മളാ 100 റെക്കോർഡൊക്കെ കഴിഞ്ഞ് പറന്നു പോയി. എന്നിട്ട് നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. അതാണ്. നിങ്ങൾ മണ്ടയിലോട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ജയിക്കുന്ന സ്ഥലം ഏതാണെന്നൊക്കെ കാണാൻ പറ്റും. ഗൈസ് അക്കട്ട് ഡിങ്ങാടോ. അയ്യോ ഗൈസ് പറപ്പിച്ച് തന്നെ വിട്ടോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല ഗൈസ്. നിർത്തി കഴിഞ്ഞാൽ ഒരു പണിയാണ് വരുന്നത്. ഫ്യൂവല് തീരും ഗൈസ്. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. ഫ്യൂവൽ കിട്ടിയില്ലെങ്കിൽ ഫുള്ള് പണിയാണ്. കണ്ട ഗൈസ്. ഇങ്ങനെ നമ്മൾ ഗ്യാസ് അങ്ങ് വിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ നമുക്ക് പണിയേ കിട്ടും. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു പ്രൊഫഷണലാണ്. കുറേ നാളുകൊണ്ട് കളിക്കുന്ന കണക്കാണ് ഞാൻ കയറി പോകുന്നത്. അത് തന്നെ ഗൈസ്. ഞാനൊരു വലിയ പ്രൊഫഷണലൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഉന്നം പാളിപ്പോയാൽ നമ്മൾ തീരും ഗൈസ്, ഉറപ്പ്. ഗൈസ് ഇവിടെ ഫുള്ള് കയറ്റം ഇറക്കും മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ വീഴുന്നതിൻ്റെ ഒരു നല്ല ലക്ഷണമുണ്ട്. അയ്യോ ഗൈസ്, ലക്ഷണം മാത്രമല്ല ഗൈസ്, നമ്മളെ ഗ്യാസും കൂടെ ഇനി തീരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്ന് വെച്ചാൽ അയ്യോ വീണ് ഗൈസ്. വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണു. എടാ ഗൈസ്, ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ ഈ ഗ്രിപ്പ് സെറ്റ് ചെയ്യാം ഗൈസ്. ടയറിൻ്റെ ഈ ഗ്രിപ്പും സെറ്റൊക്കെ ചെയ്യാം. നമ്മൾ അപ്ഗ്രേഡാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ചെറുതായിട്ടൊരു അപ്ഗ്രേഡേ കൊടുത്തിട്ടുള്ളൂ ഗൈസ്. അത്രയും വലിയ അപ്ഗ്രേഡൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നൈട്രോ കിട്ടും ഗൈസ്. നൈട്രോ കിട്ടിയ സീനാണ്. ലെറ്റ്സ് ഗോ. ഏറ്റവും വലിയ സ്പീഡെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ എത്തണം. അതാണ് RPM എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്പീഡ്. അത് ഏറ്റവും കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറന്നായിരിക്കും പോകുന്നത്. പിന്നെ നമ്മളെ കമരുമ്പോഴും ഏറ്റവും സ്പീഡ് കൂടും ഗൈസ്. കമരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഇത് ജയിച്ചിട്ടേ പോവും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് നമ്മൾ ഫസ്റ്റ് കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ഗൈസ്. പിന്നെ നമ്മൾ കളിച്ച് വരുമ്പോഴാണ് ജയിക്കുന്നത്. ലെറ്റ്സ് ഗോ. മോനെ പൊളിച്ച് കേറി വാ. നമ്മൾ സ്പീഡിന് ഇങ്ങോട്ട് കൊടുത്തുകൂടാ. ഇനി അത്രയും സ്പീഡ് ഇങ്ങോട്ട് കൊടുത്തുകൂടാ ഗൈസ്. അത്രയും സ്പീഡ് കൊടുത്താൽ പണിയാണ്. കേറി ഗൈസ്. ഗ്യാസോലിൻ കിട്ടിയിട്ടുണ്ട്. ഗ്യാസോലിനും കിട്ടി. സെറ്റായി. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ കുറേ വലിയ തിയറികളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ് ജയിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ജയിക്കാൻ പോവാണ് ഗൈസ്. ജയിക്കാൻ പോവാണ്. 6 ഗൈസ്
ലെറ്റ്സ് ഗോ. ലെവൽ 3 നമ്മൾ കടന്നിട്ടുണ്ട്. ലെവൽ 4 ആയി റീച്ച് കയറിയിട്ടുണ്ട്. മോനെ എസ്കേപ്ഡ് ഗൈസ്, എങ്ങനെയോ എസ്കേപ്ഡ്. അപ്പോൾ എന്തോടിയോ നമ്മളെ ഇവിടെ വെച്ചങ്ങ് പറഞ്ഞപ്പോഴേ എന്തോടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഉള്ളത് എല്ലാം അങ്ങ് ചെയ്തു തരാം. പിന്നെ ഗൈസ് ഇതിങ്ങനെ ലെവൽ 4 എങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഗൈസ്. നിങ്ങൾക്ക് വണ്ടികൾ പുതിയ വണ്ടികളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഇതിൻ്റെ അകത്ത് പുതിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഫിംഗർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ, ആ സ്ഥലം വെച്ച് ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ പറഞ്ഞുകൊണ്ട് ഇതോടെ നമ്മൾ ഇവിടെ ചൊങ്ങാൻ്റെ പ്യാൻ. ബൈ.